ഹായ് ഹലോ പ്രീതാസ് വേൾഡിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് കരുതുന്നു. ഇത് ശനിയാഴ്ച രാവിലത്തെ വീഡിയോ ആണ്. രാവിലെ വിളക്കൊക്കെ കൊളുത്തി നാമമൊക്കെ ചൊല്ലി, പിന്നെ ഇവിടെ തന്നെ അടുത്തൊരു അയ്യപ്പൻ്റെ അമ്പലമുണ്ട്. രാവിലെ ശനിയാഴ്ച അവിടെ വളരെ പ്രാധാന്യമാണ്. അങ്ങനെ അമ്പലത്തിലൊക്കെ പോയി. പിന്നെ പനിയൊന്നും അത്രയ്ക്ക് കൊണ്ട് തൊണ്ടയൊന്നും ശരിയായിട്ടില്ല, അതുകൊണ്ട് തൊണ്ടയ്ക്കൊരു അടപ്പൊക്കെ ഉണ്ട് സൗണ്ടിന്. പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാനായിട്ടുള്ള തയ്യാറെടുപ്പാണ്. ഇന്ന് ഞാൻ വിചാരിച്ച് രാവിലെ ഓട്ടട എന്ന് പറഞ്ഞാൽ വാഴയിലയിൽ ഉണ്ടാക്കുന്ന അട ഉണ്ടാക്കാമെന്ന് കരുതി. ഇത് നമ്മുടെ റേഷൻ കടയിലെ ഗോതമ്പാണ്. നല്ല ടേസ്റ്റാണ്. ഇലയട ഉണ്ടാക്കാനും അതുപോലെ പുട്ടുണ്ടാക്കാനും ഒക്കെ നല്ല ടേസ്റ്റാണ് ഈ ഗോതമ്പ്. അങ്ങനെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് ഇന്ന് ഇലയട. സാധാരണ നമ്മൾ വൈകിട്ടാണ് ഇങ്ങനെ ഇലയടയൊക്കെ ഉണ്ടാക്കുന്നത്. രാവിലെ അങ്ങനെ മധുരം കഴിക്കുന്ന താല്പര്യമില്ല. പക്ഷേ ഈ ഗോതമ്പിന് നല്ല ടേസ്റ്റ് ആയതുകൊണ്ട് റേഷൻ കടയിലെ ആ ഗോതമ്പ് വെച്ച് ഉണ്ടാക്കുമ്പോൾ നല്ല ടേസ്റ്റാണ്. ഇത് ജീരകവെള്ളം ഇൻഡക്ഷൻ കുക്കറിലാണ് തിളപ്പിച്ചത്. ഇപ്പം ഗ്യാസിൻ്റെ ഷോർട്ടേജ് കാരണം കുറച്ചൊക്കെ ഞാൻ ഇൻഡക്ഷൻ കുക്കറിലാണ് ചെയ്യുന്നത്. അങ്ങനെ വെള്ളമൊക്കെ തിളപ്പിച്ചു. അങ്ങനെ ഇലയട ഉണ്ടാക്കി. നല്ല ടേസ്റ്റാണ്. ഇത് വെച്ച് നമുക്ക് ഗോതമ്പിൻ്റെ പുട്ടുണ്ടാക്കിയാലും നല്ല ടേസ്റ്റാണ്. പക്ഷേ ചപ്പാത്തി അങ്ങനെ ഞാൻ ഉണ്ടാക്കാറില്ല ഈ റേഷൻ കടയിലെ മാവ് വെച്ചിട്ട്. ചപ്പാത്തി എപ്പോഴും ആശീർവാദമോ ഇലയിറ്റോ ഒക്കെ വെച്ചാണ് ഉണ്ടാക്കുന്നത്. ഇത് പ്യുവർ ഗോതമ്പ് മാവ് മാത്രമായതുകൊണ്ട് നല്ല ഇതാണ് ഇതുപോലത്തെ അട ഉണ്ടാക്കാനും അതുപോലെ പുട്ടുണ്ടാക്കാനും. അങ്ങനെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിനുള്ള ഇലയടയൊക്കെ റെഡി ആയിട്ടുണ്ട്. പിന്നെ പാലൊക്കെ തിളപ്പിച്ചു, കാപ്പിയൊക്കെ ഇട്ട് കുടിച്ചു. രാവിലെ എന്തായാലും നല്ല ടേസ്റ്റോടുകൂടിയുള്ള ഇലയടയാണ് കഴിച്ചത്. അതിനുശേഷം നമ്മൾ പത്രം വായിക്കുകയാണ്. കുറച്ച് നേരം പത്രം വായിക്കുന്നൊരു പതിവുണ്ട്. രാവിലെ ഇച്ചിരി നേരം വായിച്ചില്ലെങ്കിൽ പിന്നെ സമയം കിട്ടത്തില്ല. അതുകൊണ്ട് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നതിന് മുമ്പാണ് ചില ദിവസമൊക്കെ വായിക്കുന്നത്. ഇപ്പോൾ ഇലക്ഷൻ്റെ ന്യൂസൊക്കെ ഉള്ളതുകൊണ്ട് ഞാൻ ഇച്ചിരി നേരം ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് ഒരു 5 മിനിറ്റ് റെസ്റ്റ് എടുക്കും, പത്രവും വായിച്ചു. പിന്നീട് നമുക്ക് ഉച്ചക്കലത്തേക്ക് ഒരു കൂമ്പ് കിട്ടിയിട്ടുണ്ട്, വാഴക്കൂമ്പ്. അത് തോരൻ വെക്കാമെന്ന് കരുതി. ചെറിയ കൂമ്പായിരുന്നു. അതിൻ്റെ കൂടെ കുറച്ച് വൻപയറും കൂടെ ചേർത്തിട്ടുണ്ട്. അങ്ങനെ നമുക്ക് വാഴക്കൂമ്പും വൻപയറും തോരനാണ്. അന്ന് ഞാൻ വിശദീകരിച്ച് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോ ഒന്നും എടുത്തിട്ടില്ല. എല്ലാവർക്കും അറിയാമല്ലോ വാഴക്കൂമ്പ് പയർ തോരനൊക്കെ. പിന്നീട് ഇത് നമ്മുടെ ആവോലി എന്തായാലും പറയുന്ന ആവോലി മീനുണ്ടല്ലോ, വെളുത്ത ആവോലി, അതാണ് കിട്ടിയത്. ഇത് കഴിഞ്ഞ ദിവസത്തെ മീൻ കറിയാണ്. പിന്നെ മീൻ വറുക്കാൻ കുറച്ച് ഞാൻ തലേ ദിവസം തന്നെ പുരട്ടി വെച്ചിരുന്നു, അതാണ് വറുത്തത്. പിന്നെ തലേന്നത്തെ മീൻ കറി ഇരിപ്പുണ്ടായിരുന്നു. നമുക്ക് ഉച്ചക്കലത്തേക്ക് ഒരു നേരത്തേക്ക് മതിയല്ലോ, അന്നേരം അത് മതിയെന്ന് കരുതി. ഞങ്ങൾ രണ്ടുപേരേ ഉള്ളതുകൊണ്ട് ഇതൊക്കെ തന്നെ ധാരാളമുള്ള കറികളാണ്. അങ്ങനെ ഉച്ചക്കലത്തെ ഊണിനുള്ള കറികളൊക്കെ റെഡിയായി. തോരനുണ്ട്, മീൻ കറിയുണ്ട്, മീൻ വറുത്തതുണ്ട്. പിന്നെ ഒഴിക്കാനായിട്ട് നമ്മൾ പുളിശ്ശേരി തൈരും ഉണ്ടായിരുന്നു. പിന്നെ അതുപോലെ പുളിശ്ശേരി വെക്കാമെന്ന് കരുതി തൈര് കലക്കിയതാണ്. അപ്പോൾ പുളിശ്ശേരി വേണ്ട, തൈര് മതിയെന്ന് പറഞ്ഞു. പിന്നെ രസവും ഇരിപ്പുണ്ട്. ഇനി ഇതെല്ലാം കൂടെ ഞാനിവിടെ എടുത്ത് വെക്കാത്തതാണ് കാണിക്കാൻ. പിന്നെ ചോറിൽ ഞാൻ ഒഴിക്കുന്നത് ചേട്ടന് അത്ര ഇഷ്ടമല്ലാത്തതുകൊണ്ട് ഒഴിച്ചില്ല. പിന്നീട് വൈകിട്ട് ഞങ്ങൾ ഒരു സിനിമയ്ക്ക് പോയി. വർഷയിലാണ്. ഭീഷ്മർ എന്ന് പറഞ്ഞ സിനിമയ്ക്കാണ് പോയത്. ഇപ്പോഴത്തെ പുതിയ ധ്യാൻ ശ്രീനിവാസൻ്റെ പുതിയ സിനിമയാണ്. ഒരുവിധം നല്ല സിനിമയായിരുന്നു. ഷോയല്ല, സെക്കൻഡ് ഷോയ്ക്കാണ് പോയത്. ഫസ്റ്റ് ഷോയ്ക്ക് ആ സിനിമ ഇല്ലെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങളിപ്പോൾ സെക്കൻഡ് ഷോയ്ക്കാണ് പോയത്. ഇത് നമ്മുടെ ഒരു അടുത്ത ബന്ധുവാണ് ഇതിൻ്റെ സംവിധായകൻ. അങ്ങനെ ഈ സിനിമ കാണാൻ പോയി. നല്ല സിനിമയായിരുന്നു. ഇതൊക്കെയായിരുന്നു സാറ്റർഡേ വിശേഷങ്ങൾ. മറ്റൊരു വീഡിയോയുമായി നാളെ കാണാം.